Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. And I really wanna know if I'll ever figure out where the road goes. Even if I'm falling down, I will keep on searching for my highs. Hi friends, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിതാ ഒരു ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങണം. പുറത്തൊക്കെ നല്ല സൂപ്പർ വെയിലും ചൂടൊക്കെയാണ്. ഭയങ്കര വെയില, 40 ഡിഗ്രി അപ്പം. ആണോ? അപ്പൊ എന്തായാലും ഒരു വെയിലത്താണ് പോണത്. നമ്മളിങ്ങനെ വണ്ടി ഫോർ വീലറിനല്ല പോണേ, സ്കൂട്ടറിന് പോയാൽ തലറങ്ങി വീഴും. അതെ, കരിഞ്ഞു പോകും, ചിലപ്പോൾ കരിഞ്ഞു പോകും, അത്രയും ചൂടാണ്. ഞങ്ങൾ ഉത്തർപ്രദേശിലാണ് ഗൈസ്. അപ്പോൾ അടിപൊളി ചൂടാണ് ഇവിടെ, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ടൈം. നാട്ടിലും ചൂടാണ്. നാട്ടിലും ചൂട്, അവിടത്തേക്കാളും ചൂടാണ് ഇപ്പോൾ ഇവിടെ, ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പിങ്ങിന് പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് പോകേണ്ട ദിവസങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നു, തൊട്ടടുത്തായി. അപ്പോൾ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ട്. കുറച്ച് നമ്മൾ ഇതിന് മുമ്പ് കണ്ടു കാണുന്ന നിങ്ങൾ വീഡിയോയിൽ അന്ന് പോയി വാങ്ങിച്ചായിരുന്നു. പിന്നെ കുറച്ചും കൂടെയൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനും നോക്കാനൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു കല്യാണമുണ്ട്. കല്യാണത്തിന് പോകാൻ പറ്റില്ലെന്നൊന്നും അറിയില്ല. എന്തായാലും അങ്ങനെ പിന്നെന്താ നമ്മുടെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 26 വർഷം തികയാൻ പോകുന്നു മെയ് 18-ന്. അപ്പോൾ 26 വർഷം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അല്ലേ? പറഞ്ഞ ചേട്ടാ, 26 വർഷം ഞങ്ങൾ കഴിഞ്ഞ വർഷം 25 ആഘോഷിച്ചായിരുന്നു. അതെ, നാട്ടിൽ സണ്ണിയുടെ അടുത്തും വീടിൻ്റെ അടുത്തൊക്കെ എത്തിയപ്പോൾ അമ്മയുടെ ഒപ്പം ഞങ്ങൾ അവിടെ ആഘോഷിച്ചായിരുന്നു. അപ്പോൾ ഈ വർഷം അതെ, ഒന്നും അറിയില്ല അവിടെ ചെന്നിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ആഘോഷമുണ്ട്, കല്യാണമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ളത് ഈ നാട്ടിൽ ചെല്ലുമ്പോഴാണ്. കല്യാണമുള്ളത് അവിടെ ചേട്ടൻ്റെ വീടിൻ്റെ സൈഡിലാട്ടോ, അവിടെ കോടഞ്ചേരി സൈഡിൽ ചേട്ടൻ്റെ അമ്മായിയുടെ മോളുടെ മകൻ്റെ കല്യാണം. അപ്പോൾ അതിനൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ കുറച്ച് ആശുപത്രി കേസുകളുണ്ട്, അതിന് പോകണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ മെയിൻലി പോണേ. പിന്നെ കുറച്ച് കിച്ചൺ ഷോപ്പിംഗ്, അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ടിക്കറ്റൊക്കെ കൺഫേം ആയി. ഞങ്ങൾ ഫ്ലൈറ്റിനാണ് പോകുന്നത് മെയ് 16-ന്. ആദ്യം ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു, അത് ക്യാൻസൽ ചെയ്തു. പിന്നെ അതേ വീണ്ടും ഫ്ലൈറ്റിനെടുത്തു മെയ് 16. ചാർജ് എത്രയെന്ന് അറിയാമോ? ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ 9200. 9200 ഞങ്ങൾ ഇവിടുന്ന് അയോധ്യ ടു കൊച്ചി അല്ലേ? അയോധ്യ ടു കൊച്ചി. അപ്പോൾ ഇതൊക്കെയാണ് തൽക്കാല വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. എന്ത് വെയിലെന്ന് നോക്കിയേ, പുറത്തെ സാഹചര്യം വളരെ മോശമാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഭയങ്കര ചൂടാട്ടോ, അൺബെയറബിൾ ചൂടാണ്. ആണോ? പക്ഷെ നമുക്ക് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിലും ചൂടാണ്. ശരിക്കും പറഞ്ഞാൽ 38 ആണെങ്കിൽ ഇവിടുത്തേക്കാളും കൂടുതൽ ഫീൽ ചെയ്യും. അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, വേർക്കുന്നുണ്ടാവും നന്നായിട്ട് അവിടെ. നമുക്കങ്ങനെ ഒരുപാട് വേർക്കണില്ല, പക്ഷെ ഭയങ്കര ചൂടാണ്. ചൂടങ്ങോട്ട് തള്ളി ഒരുപാട് സഹിക്കാൻ പറ്റാത്ത ചൂട്. ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇതിനകത്തോട്ടോ പോയി നോക്കുന്നത്. ഇവിടെ ലേഡീസിൻ്റെ ഒക്കെ ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നല്ലേ? നോക്കാം. ആണോ? ഇന്നലെ ഇനാഗുറേഷൻ കഴിഞ്ഞ കടയാണ്. അപ്പം ഞങ്ങളൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് വരാം. നമുക്ക് വാങ്ങിക്കാൻ പറ്റിയത് വല്ലതുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഞങ്ങളങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് വേഗത്തിൽ തന്നെ ഇറങ്ങി, കാരണം പുതിയതായിട്ട് ആരംഭിച്ചതാണ്. അപ്പം അധികം സെലക്ഷനൊന്നുമില്ല, കുറച്ച് ഐറ്റംസ് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. ഉള്ളത് ഭയങ്കര കോസ്റ്റ്ലി, പ്രൈസ് കുറച്ച് കൂടുതലുമാണ്. പിന്നെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ, വളരെ എണ്ണാവുന്ന ഐറ്റംസ് മാത്രം. നമുക്ക് ഷാലിമാർ മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ ഒന്ന് കയറി നോക്കിയാലോ? ഇത് നമ്മുടെ ഒരു ഷോപ്പാണ്, ഇഷ്ടപ്പെട്ട ഷോപ്പാണ്. ഇവിടെ നിന്ന് കിട്ടുമോ നോക്കാം.
ചൂട് കാരണം തലയില് പുറത്തും ഒക്കെ കെട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ? ബൈക്കിൽ പോകുന്നവർ ഇങ്ങനെയാ പോണത്. ഭയങ്കര വെയിലും ചൂടോ അതായത് കൊണ്ട് കണ്ടോ തലയൊക്കെ ആകെ കെട്ടി പൊതിഞ്ഞു വെച്ചേക്കാ. മുന്നിൽ പോകുന്ന ആളും അങ്ങനെ തന്നെ. അത്രയും വെയിലും ചൂടോ. നാട്ടിലെ വെള്ളമുണ്ടില്ലേ, അത് തന്നെ സംഭവം. വെള്ള തോർത്തുമുണ്ട് പോലെ. തോർത്തല്ല, അത് മുണ്ട് തന്നെ. നമ്മുടെ നാട്ടിലെ മുണ്ട് അതാണ് ഇവര് ഇപ്പൊ ഉപയോഗിക്കുന്നത് ഇവിടെ തലകെട്ടാൻ. നമ്മുടെ നാട്ടിലത്തെ സെയിം തോർത്തുമുണ്ട് നമുക്ക് ഇവിടെ കിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങളൊക്കെ തോർത്തുമുണ്ടിനൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. ഇത് എന്ന് പറഞ്ഞാൽ വെറുതെ മുണ്ട്, പ്ലെയിൻ മുണ്ട് ഒരു തലയിൽ കൂടെ ഇട്ടേക്കുന്നത്. അത് ചൂടിന് വെള്ളയാണ് നല്ലത്. അപ്പൊ അയാളൊക്കെ ഫുൾ തല മൂടി കെട്ടി വെച്ചിരിക്കുക. ഈ പെണ്ണുങ്ങൾ ചുരിദാറിന്റെ ഷോൾ ഇടുന്ന പോലെ. അല്ലാതെ പറ്റില്ല, അത്രയും ചൂടും വെയിലും. ആ ബസ്സിലൂടെ പോകുന്നവരൊക്കെ നോക്കി ഹെൽമെറ്റിന് പകരം അതാണ്. പെണ്ണുങ്ങളും അതെ കേട്ടോ. പെണ്ണുങ്ങള് അവര് പർദ്ദയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോളൊക്കെ ഇട്ട് മുഖം വലിച്ചു കെട്ടും. അങ്ങനെയൊക്കെ ഇട്ട് കംപ്ലീറ്റ്ലി മൂടി കെട്ടിയിട്ടാണ് നടക്കുന്ന വഴി കൂടെ. വണ്ടിമേ പോണവരായാലും നടന്നു പോണവരായാലും. ഇനി നമ്മൾ മെയിൻ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുരിദാറൊക്കെ നമുക്ക് നന്നായി കിട്ടുന്ന ഒരു സെലക്ഷനൊക്കെ നല്ല പോലെയുള്ള ഒരു മാർക്കറ്റിൻ്റെ കൂടെ. അതിൻ്റെ പേര് ഷാലിമാർ മാർക്കറ്റ് എന്ന്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോണത്. ഇവിടെയുള്ള ഒരു ഷോപ്പിൽ കയറി നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ അവിടെ പോയി ഒന്ന് നോക്കാമെന്ന് വെച്ചു. അവിടെ നമുക്ക് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഐറ്റംസ് കിട്ടും. അപ്പോൾ അവിടെ പോയി നോക്കി പറ്റുന്നത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ, ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനും കൂടി ഉള്ളത് ഈ കൂട്ടത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കണത്. ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ സൺഡേയിൽ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെയൊക്കെ ഇതേപോലെ ഒത്തിരി ഷോപ്സുകളുണ്ട്. പിന്നെ കുറച്ചിങ്ങനെ ഒരു റോഡിലേക്ക് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ഇറക്കി വെച്ചേക്കാണ്. റോഡിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വളരെ കഷ്ടിയാണ് നടന്നു പോകാനുള്ള വഴിയൊക്കെയുള്ള ഉണ്ടോ. അതേപോലെ ചുരിദാർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ ആ ഷോപ്പിൽ മുകളിൽ ആ ഷോപ്പൊക്കെ ഇതേ കുറേ റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ, എസ്പെഷ്യലി സൺഡേസിൽ. മറ്റുള്ള ദിവസം ഇത്രയ്ക്കും കാണില്ല, സൺഡേകളിൽ ഇങ്ങനെ നല്ല പോലെ ഉണ്ടാവും. ഇവിടെ ഉണ്ടോ അടിപൊളി ചുരിദാറുകളൊക്കെ വെച്ചിരിക്കുന്ന. ഷാലിമാറായി. ഷാലിമാർ മാർക്കറ്റ്. ഇവിടെയൊക്കെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കണം. ഇവിടെ നിന്ന് അങ്ങ് വരെ ഉണ്ട് ക്ലീനിങ്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും, അതിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. എന്നാലും പൂർത്തിയായിട്ടില്ല, ഭയങ്കര ചൂട്. പിന്നെ വിശക്കാൻ തുടങ്ങി. ഫുഡ് കഴിക്കാണ്ട് പോയത്, നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് പോയത്. ഞങ്ങളുടെ ഈ ക്രിസൻറ്റ് മോൾ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ഓൾ ഇൻ വൺ ആണ്. എല്ലാ ഐറ്റംസ് ഉണ്ട്. കിച്ചൺ ഐറ്റംസ്, ഗ്രോസറി ഐറ്റംസ്, ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ചേട്ടനിപ്പോൾ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് പോകണം. ഈ വീട്ടിൽ ചെന്ന് ചോറൂണൊക്കെ കഴിഞ്ഞ് സമാധാനത്തിന് നമുക്ക് വാങ്ങിച്ച ഐറ്റംസ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. വാങ്ങിച്ച ഐറ്റംസ് എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് വിശക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങളും കാണാൻ ഇങ്ങനെ ആകാംക്ഷയിലായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് സ്പെഷ്യലി ലേഡീസിന് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഐറ്റംസൊക്കെ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. കിച്ചൺ ഐറ്റംസൊക്കെ കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ കിച്ചൺ ഐറ്റംസ് അതിൽ കുറച്ച് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കാണിക്കാം ഓരോന്നായിട്ട്. ഇത് ചേട്ടന് വാങ്ങിച്ചിരിക്കുന്ന ഒരു ഷർട്ടാണ്. ഇതിങ്ങനെ അവിടെ കിടക്കണ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ ഷോപ്പിങ്ങിന് പോയതൊന്നല്ല കേട്ടോ,
ചേട്ടൻ നിന്ന് ഷോപ്പിംഗ് ഒന്നും വിചാരിച്ചതല്ലായിരുന്നു. പക്ഷെ അവിടെ കിടക്കണ കണ്ടപ്പോൾ ഞാൻ തന്നെയാണ് ചേട്ടനെ ഫോഴ്സ് ചെയ്തത്. അവിടെ വെറുതെ കിടക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് എടുത്തോണ്ട് പോകുന്നു. അതെ, നല്ല ഷർട്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഹാഫ് ഷർട്ടാണ്, ഹാഫ് സ്ലീവ് ആണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ ഇങ്ങനത്തെ ചേട്ടൻ തന്നെ പറയാറുണ്ട് ചൂട് സമയത്തൊക്കെ ഹാഫ് സ്ലീവാണ് നല്ലതെന്ന്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ എടുത്തതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി 400 rupees. 400 രൂപയ്ക്ക് ഇങ്ങനെ ഒരു ഷർട്ട് നല്ല അടിപൊളിയല്ലേ. അതും തുണി നല്ല കോട്ടൺ. അപ്പോൾ കോട്ടൺ മെറ്റീരിയൽ നല്ലതും ഒന്നും തോന്നി. ഇപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇത് റേറ്റം. ഇത് ദേ അഞ്ജുവിനൊരു ടോപ്പ് വാങ്ങിച്ചിരിക്കുന്നതാണ്. ഇങ്ങനൊരു ടോപ്പ്. അഞ്ജുവിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞതാണ്. ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് തന്നാലും ബർത്ത്ഡേക്ക് കുറേ ഗിഫ്റ്റുകളും കിട്ടിയായിരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 600, 599. ഇത് അഞ്ജുവിന് വേണ്ടിയായിരുന്നു. പിന്നെ ഒരെണ്ണം കൂടെ അഞ്ജുവിന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനൊരു ടോപ്പ്. ഇത് ഷോർട്ട് ടോപ്പാട്ടോ. നേരത്തെ കാണിച്ചത് ലോങ് ടോപ്പ്, ഇത് ഷോർട്ട് ടോപ്പ്. നമുക്ക് ട്രാവലിങ്ങിനൊക്കെ കൂടുതൽ നല്ലതാണല്ലോ അങ്ങനത്തെ. ഇതിൻ്റെ റേറ്റ് 500. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കോട്ടൺ ഡ്രസ്സുകളെല്ലാം കുറച്ച് വില കുറവിനൊക്കെ കിട്ടുന്നൊരു ടൈമാണ്. കാരണം ഇതിപ്പോൾ സമ്മർ സീസണാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്രയ്ക്ക് അങ്ങനെ റേറ്റ് ഉണ്ടാവില്ല, കുറച്ച് റേറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ഐറ്റം വാങ്ങിച്ചു. പിന്നെ ഇതാ കണ്ണട വെക്കട്ടെ. ഇത് എനിക്കൊരു ടോപ്പ് വാങ്ങിയതാട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനെ ഷോപ്പിൽ ഇരിക്കണ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പ് ഉണ്ട്. ഈ ഒരു യെല്ലോ തന്നെ ഒരെണ്ണുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ അതിൻ്റെ നെക്ക് കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഇതിൻ്റെ നെക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കളർ ഈ സെയിം തന്നെ. എനിക്കൊരു ടോപ്പ് ഉണ്ട്, ഞാൻ കേരളത്തിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് ടോപ്പ് മാത്രമായിട്ടുള്ളതാണ്. ഇവിടെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി 400. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. 400 rupees. പാൻറ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിന് മാച്ച് ചെയ്യുന്ന പാൻറ് ഏതെങ്കിലും. ഞാനോടത്ത് എനിക്ക് ബ്ലൂ ജീൻസ് ഉണ്ട്, ബ്ലാക്ക് ജീൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഇട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ കളറൊക്കെ ഉണ്ട് കേട്ടോ. പിങ്ക് കളർ കൈമയും കൊടുത്തിട്ടുണ്ട്. ആ വർക്ക് എംബ്രോയിഡറി വർക്ക് 2 കൈമയും പിന്നെ ഈ ഒരു സെൻറ്ററിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും പാൻറ് ഇടാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് എനിക്ക് വാങ്ങിച്ചിരിക്കുന്നതല്ല, ഇത് നമ്മൾ കൊടുക്കാൻ വേണ്ടി വാങ്ങിയേക്കുന്നത് കേട്ടോ. അപ്പോൾ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചായിരിക്കുന്നതിൻ്റെ ഒന്നിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് വാങ്ങിച്ചേക്കണതിൻ്റെ പിന്നെ കുഴപ്പമില്ല. ഇത് കൊടുക്കാൻ വാങ്ങിച്ചിരിക്കുന്നതാണ്. ഇത് നല്ല മെറ്റീരിയലാണ്. തുണി ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആവശ്യം കട്ടിയുള്ള ഫാബ്രിക്കാണിത്. മെറ്റീരിയൽ ഇതാ അങ്ങനെ ഒരുവിധം നല്ല കട്ടിയുള്ളതാണ്. നമുക്കിതിനിപ്പോൾ ഷെമ്മീസൊന്നും അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. ആവശ്യം തിക്കായിട്ടുള്ള ഇത് മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ കൈമയും എംബ്രോയിഡറി വർക്ക് ഉണ്ട്. 2 കൈമയും അതുപോലെ തന്നെ ഫ്രണ്ടിലും എംബ്രോയിഡറി വർക്ക് ഉണ്ട്. ബാക്ക് പ്ലെയിൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെനിക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അതൊക്കെ എനിക്ക് ട്രാവലിങ്ങിന് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചിരിക്കുന്ന ജസ്റ്റ് ടോപ്പ് മാത്രം. ടോപ്പ് മാത്രമായിട്ട് നമ്മളങ്ങനെ വാങ്ങിക്കുമ്പോൾ അധികം കോസ്റ്റ്ലി ആയിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് ഇത് ഓൾ ഓവർ ഇത് തന്നെയാണ് കേട്ടോ ഡിസൈൻ. ഫ്രണ്ടും ബാക്കും. ഇത് ബട്ടണല്ല, ജസ്റ്റ് ഇങ്ങനെ ഷോ ബട്ടണായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഓപ്പണിംഗ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 rupees. ഇതിൻ്റെ തുണിയും ആവശ്യം നല്ല തുണിയാണ്. എന്ന് വെച്ചാൽ നേരത്തെ കാണിച്ച പോലത്തെ അത്രയ്ക്കില്ല കേട്ടോ. അത്രയും കട്ടി എന്നുള്ളതല്ല, അതിനേക്കാളും കനം കുറവാണ്. പക്ഷെ നല്ല തുണിയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ കാക്കിരി വീക്കിലി ഐറ്റംസ്. ഇത് ഒരാളുടെ, ഇത് വേറെ ആളുടെ, ഇത് അടുത്ത ഒരു ഐറ്റം. ഇതാ അടുത്ത ഐറ്റം. ആർക്കൊന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ സർപ്രൈസ്. ഒക്കെ പറഞ്ഞാൽ പോയി, അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്രയും മതി. ഇതെടുത്തത് ആർക്കാന്നുള്ളത് ഇപ്പൊ കാണുമ്പോ അറിയാം. അതെ, പറയില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പൊ അത് നമ്മുടെ ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. നല്ല അടിപൊളി മെറ്റീരിയൽ, സോഫ്റ്റ് മെറ്റീരിയൽ. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരെണ്ണം വാങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഷോപ്പർ കരിയായി ഉള്ളൂ. ഇനി അടുത്തത് എനിക്ക് വാങ്ങിച്ചിരിക്കുന്ന ഒരു സ്യൂട്ട് കേട്ടോ. ചുടിദാർ സെറ്റാണ്. ഇത് ടോപ്പ്. ഇതിൻ്റെ ഇഷ്ടമായ നിങ്ങൾക്ക് താഴെ ബോർഡർ വർക്കും മുകളിൽ ഇങ്ങനെ ചെസ്റ്റ് ഭാഗത്തായിട്ട് ഇതിങ്ങനെ കുറച്ച് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് വരുന്നുണ്ട്. നെക്ക് സെൻറ്ററിൽ അങ്ങനെ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമായി കണ്ടപ്പോൾ.
പീക്കോക്ക് ഗ്രീനോ പീക്കോക്ക് ബ്ലൂന്നോ ഒക്കെ പറയാം. അങ്ങനത്തെ ഒരു കളറാണത്. വീഡിയോയിൽ എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ പാന്റും ഷോളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ പാന്റുമേ അടിയിൽ ആ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോള് എല്ലാം സെയിം തന്നെയാണ്, കോൺട്രാസ്റ്റ് കളറൊന്നും അല്ല കേട്ടോ. ഇതിന്റെ കളർ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഷോള്. ഇതിന്റെ റേറ്റ് ഞാൻ പറയാം, കാരണം ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നതാണ്. ഇതിന്റെ റേറ്റ് ഇതാ 1195. ഇതാണ് ഇതിന്റെ റേറ്റ്. അപ്പൊ ഈ ഒരു കവർ കാര്യം ഇനിയിപ്പോ കാര്യമായിട്ടൊന്നുമില്ല, കാണിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ അത്രയ്ക്കൊക്കെ ഉള്ളൂ. എന്നാലും നമ്മൾ ലേഡീസിന് ഇങ്ങനത്തെ കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ച് കാണിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 99 rupees ഓൺലി. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളോട് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ക്രേസാണ്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഞാൻ കാണുമ്പോൾ ഈവൻ ഡ്രസ്സ് പോലും വിട്ട് ഞാൻ ഇങ്ങനത്തെയൊക്കെ നോക്കാൻ പോകും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്ക് ഫ്രിഡ്ജിനകത്തോ അല്ലെങ്കിൽ പുറത്തോ കിച്ചണിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ ട്രാവലിങ്ങിൻ്റെ സമയത്തോ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വളരെ നല്ലൊരു ഐറ്റമാണ്. കിച്ചണിലൊക്കെ ആയാലും അല്ലെങ്കിൽ ഫ്രീസറിലൊക്കെ ആയാലും നമ്മൾ എന്താ പറയുക ചിക്കനോ ഫിഷോ അങ്ങനെയൊക്കെ വെക്കുന്ന ഒക്കെ യൂസ്ഫുള്ളാണത്. അപ്പോൾ ഇതിൻ്റെ തന്നെ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നമുക്ക് ഈ 2 പ്ലാസ്റ്റിക് കണ്ടെയ്നറും കൂടെ ഒരുമിച്ചാണ് 99 rupeesന് കിട്ടുന്നത്. അപ്പോൾ ആവശ്യം നല്ല നല്ല ഉള്ളുള്ള നല്ല ഡീപ്പായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബൗളാണത്. നല്ല ഉറപ്പുണ്ട്, നല്ല സ്ട്രോങ് ആണത്. ഇത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം കൊണ്ട് അത് വാങ്ങിയതാണ്. ഇത് രണ്ടും കൂടെയാണ് 99 rupees. ഇങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഉള്ള ഐറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതെല്ലാം നിങ്ങൾ കണ്ടു കാണും ഞങ്ങൾ വാങ്ങിക്കുന്നതാ. ഇത് പൈനാപ്പിൾ ഫ്രൂട്ട് ക്രഷ്, പിന്നെ ഇത് നമ്മുടെ നീമ്പു പാനി, അതായത് നമ്മുടെ ലെമൺ ജ്യൂസിനുള്ള ഐറ്റം. ഇപ്പം ഇവിടെ ചൂടാണല്ലോ, അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ എന്താ പറയുക വാഷ്റൂം ബാത്റൂം ഐറ്റംസുകളൊക്കെയാണ്. ഇത് പിയേഴ്സിൻ്റെ ബോഡി വാഷാണ്, വിത്ത് ബ്രഷ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് യാഡ്ലിയുടെ ഒരെണ്ണം, ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്തിരി കോസ്റ്റ്ലി കേട്ടോ. ഇതിന് 500 rupees ആണ്. ഇതും ബോഡി വാഷ് തന്നെയാണ്, പക്ഷെ ഇതിനത്രയ്ക്കില്ല. ഇത് 140 ഉള്ളൂ ഇതിന്റെ റേറ്റ്. അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചതാ. വേറെ കാര്യമായിട്ടൊന്നും കാണിക്കാവുന്നൊന്നുമില്ല. ഇത് നമ്മൾ വൈറ്റ് ഡ്രസ് ഒക്കെ കഴുകുമ്പോൾ ഞങ്ങളുടെ വൈറ്റ് ഡ്രസ് ഒക്കെ കഴുകുമ്പോൾ നല്ല അഞ്ചുവിൻ്റെ സോക്സ് ഒക്കെ ഉണ്ടല്ലോ, സ്കൂളിലൊക്കെ പോയി നെയ്മയ്ക്കും ഒരു കളറായിട്ടുണ്ടാവും സോക്സിൻ്റെ ഒക്കെ, വൈറ്റ് സോക്സിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ കഴുകുമ്പോൾ ഇതിൽ നിന്ന് ഒരു ഇത്തിരി ലിക്വിഡ് നമ്മൾ ഒഴിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും, നല്ല വൈറ്റ്നെസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന റേറ്റാണ് റിൻ അല. അപ്പോൾ റിൻ അല അത് ഞങ്ങൾ വാങ്ങിക്കാറുള്ളത്. പിന്നെ ഇത് ഞങ്ങളുടെ സോപ്പ്, പിന്നെ അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇത് ഞാൻ കുരുമുളക് പൊടി വാങ്ങിച്ച കിച്ചൺ ഐറ്റംസ്. ഇങ്ങനെയൊക്കെ നാട്ടിലേക്ക് പോകേണ്ട ദിവസങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പിന്നെ എന്താ മാറ്റി ഫ്ലൈറ്റിനാക്കിയത്. ഒത്തിരി പേര് പറയാറുണ്ട്, ചേച്ചി നിങ്ങൾ ട്രെയിന് പോകുന്നത് കാണാൻ, നിങ്ങളുടെ ട്രെയിൻ ജേണി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സത്യത്തിൽ ഞങ്ങൾക്കും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇഷ്ടം കുറഞ്ഞു തുടങ്ങി. കാരണം ട്രെയിനിൽ അത്രയ്ക്ക് നീറ്റ്നെസ് ഇല്ല, ഒന്നാമത്തെ കാര്യം. വാഷ്റൂം ഒക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പണ്ടത്തെ പോലെയൊന്നും അല്ല. വാഷ്റൂമിലൊക്കെ പോകാനും സ്പേസൊക്കെ ഭയങ്കരമായിട്ട് അവർ വെട്ടി കുറച്ച് ചുരുക്കി ചെറിയൊരു സ്പേസോട് നമുക്ക് അങ്ങോട്ട് ഒന്ന് കടന്ന് നിൽക്കാൻ തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പോൾ ചോദിക്കും ഇപ്പോഴും ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെ ഈ യൂറോപ്യൻ ക്ലോസറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് താഴെ ഇന്ത്യൻ ക്ലോസറ്റിലൊക്കെ ഇരുന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെയാണ്, അത് യൂസ് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ട്രെയിനിൽ തന്നെ യാത്ര ചെയ്ത 6 ദിവസം ഞങ്ങളുടെ പോകും. ഹോളിഡേയ്സിൽ നിന്ന് 6 ദിവസം ഞങ്ങളുടെ കട്ട് ഷോട്ടാവും. അപ്പോൾ അതുകൊണ്ട് അഞ്ചുവിൻ്റെ നിർബന്ധമായിരുന്നു അറ്റ്ലീസ്റ്റ് 1 way എങ്കിലും ഫ്ലൈറ്റിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡേയ്സ് ഒത്തിരി കുറയുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ട്രെയിനിലെടുത്തെങ്കിലും പിന്നെ അത് മാറ്റി ഫ്ലൈറ്റിനാക്കി. പിന്നെ ഇനിയിപ്പോൾ റിട്ടേൺ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ട്രെയിന് വേണോ ഫ്ലൈറ്റിന് വേണോ എന്നുള്ളത് തീരുമാനമായില്ല. കാരണം നമ്മൾ ട്രെയിന് വരുമ്പോൾ 3 ദിവസത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം കരുതണം. ട്രെയിനിൽ നിന്നുള്ള ഫുഡൊന്നും വാങ്ങിച്ച് കഴിക്കാൻ ഇഷ്ടമില്ല. പിന്നെ ഓൺ ദ വേ നമുക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്നോ അങ്ങനെ എന്താ പറയുക സ്വിഗ്ഗിയോ സൊമാറ്റോ ഒക്കെ വേണമെങ്കിൽ ഒക്കെ ഓർഡർ ചെയ്യാം, അതൊക്കെ റിസ്ക്കിയാണ്. അപ്പോൾ അതിലും ഭേദം നമ്മൾ ഫ്ലൈറ്റിനാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ രൂപ കൂടിയാലും ജസ്റ്റ് അന്നിരുന്ന് അന്ന് തന്നെ എത്തും. ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 3-ാം ദിവസം എത്തുള്ളൂ. അപ്പോൾ 2 ദിവസം ട്രെയിനിലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 2 നൈറ്റ് ട്രെയിനിൽ തന്നെ. പണ്ടൊക്കെ അങ്ങനെ തന്നെയാട്ടോ പോയതും വന്നതൊക്കെ. ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ പ്രായം കൂടുന്ന എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടായി വരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയ്യെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റൊക്കെ ആണെങ്കിൽ റിട്ടേണും നമ്മൾ ഫ്ലൈറ്റിനെടുക്കും, അല്ലെങ്കിൽ
നമ്മൾ ട്രെയിൻ തന്നെ പോരുള്ളൂ. അപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല റിട്ടേണിൻ്റെ കാര്യം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ മെയ് 16 രാവിലെ തന്നെ പോകും. രാവിലെയുള്ള ഫ്ലൈറ്റ് 9 o'clock 9:30 അങ്ങനത്തെ ഒരു ഫ്ലൈറ്റിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ തൽക്കാല വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങളെല്ലാം നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു വരുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.